5 എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായൊരു എപ്പിസോഡാണ്. അത് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, കണ്ടറിഞ്ഞു. അപ്പം നമുക്ക് പോകാം. എവിടുന്ന് വരുന്നേ പറഞ്ഞേ? അഞ്ചല്. അപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ സപ്ലൈകോയിൽ ഫുഡ് ഐറ്റം സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഇവിടെ തന്നെ? അതെ, ആറ്റിങ്ങിൽ പോയിട്ട് വരും. ആറ്റിങ്ങിൽ. അപ്പോൾ നിങ്ങളൊരു കുസൃതി ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നയാ. ചോദ്യം ചോദിച്ചോട്ടെ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: കണക്കിൽ വരുന്ന 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കണക്കിൽ വരുന്ന 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കണക്കിൽ വരുന്നതല്ലേ ശരീരഭാഗങ്ങള്? അറിയോ? ക്ലൂ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട അറിയാ? ഇല്ല, അറിയില്ല. ഒന്നാലോചിച്ചു. ഐസ്, ഇയർ, ഹെഡ്. കണക്ക് പുസ്തകത്തിൽ വരുന്ന 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കണക്ക് പുസ്തകത്തിൽ എന്ന് വെച്ചാൽ കണക്കുമായി ബന്ധപ്പെട്ട് വരുന്ന 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? അറിയില്ല. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് കിട്ടും. നമുക്കെല്ലാ മനുഷ്യ ശരീരത്തിലായിട്ട് ശരീരഭാഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങോട്ട് ചോദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: കണക്ക് പുസ്തകത്തിൽ വരുന്ന മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, താങ്കൾ വിളിച്ച് പറയുമ്പോഴാണ് എന്റെ ശരീരം കൊണ്ട് ഞാൻ ഇവിടെ സംസാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അടുത്ത ആളോട് ചോദിക്കാം. ചേച്ചിക്കറിയാം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? അറിയില്ലടാ, കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനുഷ്യ ശരീരം, കണക്ക് പുസ്തകത്തിൽ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കയ്യും കാലും കാണും. അതല്ല, കയ്യും കാണില്ല, നമ്മളെ കാണും. അറിയത്തില്ലടാ. നമ്മള് കണക്ക് കൂട്ടുമ്പോഴൊക്കെ ഈ കാര്യങ്ങള് അറിയോ? അറിയത്തില്ല. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ? മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട 2 ശരീരം. എന്ത് ചെയ്യുക? ജോലിയുണ്ടോ? ഇല്ല. അപ്പൊ ഉത്തരം അറിയോ? അറിയത്തില്ല. ഇവിടെ ഷോപ്പിങ്ങിന് അങ്ങനെ എന്തെങ്കിലും വന്നല്ലോ? ഹോസ്പിറ്റലിലോ ആണല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: കണക്കിലുള്ള 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കണക്കിലുള്ള 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? അറിയില്ല. മോൾക്കറിയാം? ആലോചിച്ച് നോക്കിയ. ഇത് ചോദ്യം. കണക്കിലുള്ള 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? പേരെന്താ? സുബഹാന. എവിടെ പഠിക്കുന്ന? എവിടാ? ചിതറ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: കണക്കിലുള്ള 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? അറിയില്ല. ആലോചിച്ച് നോക്ക്. ആലോചിച്ചിട്ട് പറ. കണക്കിലുള്ള 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കണക്ക് കൂട്ടുമ്പോഴൊക്കെ ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അറിയോ? കാലാണ്. പിന്നെ 2 ശരീരഭാഗങ്ങളുണ്ട്. കാലും മുട്ടും. ആണോ? കാലും പിന്നെ ഒന്നുകൂടിയുണ്ട്. 2 ശരീരഭാഗങ്ങളാണ്. കണ്ണാണ് ഏറ്റവും മനുഷ്യന്റെ. കാലും അറിയോ? കണ്ണാണ്. ഒന്നുകൂടി ആലോചിക്കട്ടെ. നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് കൂട്ടുന്നത്. കാലും പിന്നെ ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. അറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആളിലോട്ടേക്ക് പോവാം.
ചേട്ടാ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വരുക. അപ്പൊ ചേട്ടൻ്റെ വീട് എവിടെ? എന്റെ വീട് വെമ്പായ. ഇവിടെ ജോലി ചെയ്യാണോ? അല്ല, ആധാർ ആണല്ലേ. എടുത്തോ? ആധാറൊക്കെ എടുത്തോ? ഓക്കെ. അപ്പോൾ ഞങ്ങളൊരു മീഡിയ ബൂസ്റ്റ് ടിവിയുടെ ഒരു പ്രോഗ്രാമായിട്ട് വന്നയാ, കുസൃതി ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയോ? അപ്പോൾ ചോദ്യം ഇതാണ്: കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതാണ്? കണക്കിലുള്ള രണ്ട് ശരീരഭാഗം. കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതാണ്? ഇംഗ്ലീഷ് മലയാളം? അല്ല, നമ്മള് മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ടതാ. മലയാളത്തില് അറിയാ? ചിന്തിച്ചാ കിട്ടും. ചിന്തിച്ചാ കിട്ടും. കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ ഉണ്ടെങ്കിലേ മനുഷ്യ ശരീരം പൂർണ്ണമാവുള്ളൂ. ആലോചിക്കാൻ മതി, കിട്ടും. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു മനുഷ്യ ശരീരം പൂർണ്ണമാവുള്ളൂ. അറിയാം? അപ്പൊ ശരിയാട്ടാ, നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. ചേട്ടന്റെ പേരെന്താ? പ്രമോദ്. എവിടുന്ന് വരുന്നേ? ഇവിടെ ജോലി ചെയ്യാൻ ബിസിനസ് ആണല്ലേ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെ? കാലും അരയും. ആണോ? ഉറപ്പാണോ? ഉറപ്പാ. മാറ്റമൊന്നും ഇല്ല. കണക്ക് മാഷാണോ? മാഷൊന്നും അല്ല. എന്നാലും ചോദ്യല്ലേ? അപ്പൊ ചേട്ടന്റെ പേരെന്താ? പ്രമോദ്. അപ്പൊ പ്രമോദ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കാലും അറിയുന്നാണ്. ഉത്തരം ശരിയാണ്. ചേട്ടന് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കിലുള്ള രണ്ട് ശരീരഭാഗങ്ങൾ ഏതൊക്കെയെന്നായിരുന്നു. അതിന്റെ ഉത്തരം കാലും അറിയും എന്നാണ്. ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കാം. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വകയായിട്ട് ഒരു സമ്മാനമുണ്ട്. കാണാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പോവാം. വാ. എന്താ പേരെന്താ? ഞങ്ങൾ ഒരു കുസൃതി ചോദ്യമായിട്ട് വന്നതാണ്. മീഡിയ ബോയ്സ് TV ചാനലിന്റെ വക ഒരു കുസൃതി ചോദ്യമായിട്ട് വന്നതാണ്. ഉത്തരം പറയാമോ? കുസൃതി ചോദ്യമാണ്, വേറെ പൊളിറ്റിക്കൽ ആയിട്ടോ PSCയുടെ ഭാഗമായിട്ടോ ഒന്നുമല്ല. ഫോൺ വരുന്ന കൂടുതൽ ആളാണോ? പറയോടല്ല. കൂടുതൽ ആളാണോ? പേരെന്താ? ഞങ്ങളെ മീഡിയ ബോയ്സ് TVയുടെ പ്രോഗ്രാമായിട്ട് വന്നേ, ഒരു കുസൃതി ചോദ്യത്തിന്റെ പ്രോഗ്രാമായിട്ട് വന്നയാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആള് മുങ്ങിയല്ലേ? അപ്പൊ ഇയാള് പൊങ്ങിക്കിടക്കുവാണല്ലോ. ചോദിക്കട്ടെ, പേരെന്താ പറഞ്ഞേ? എന്റെ പേര് അബി. അബി എന്ത് ചെയ്യാ? ചെണ്ടമേളം. അപ്പൊ ഇപ്പൊ അതിന്റെ സീസണാണ്. ഇന്നുണ്ടായിരുന്നു? ഇന്നലെ എവിടെ ആയിട്ടാ? ഇന്നലെ ഇവിടെ ആറ്റിങ്ങൽ. എന്താ ഉത്സവമാണോ? അല്ല, ഒരു ടർഫിന്റെ ഉൾക്കാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഉണ്ടാവലുണ്ടോ? കുഴപ്പമില്ല. സീസൺ കൊറോണ സമയത്തൊക്കെയാണ് വിഷമം അല്ലേ? അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. സമ്മാനമൊക്കെ ഉണ്ട്. അറിയാദ്യമൊന്നുമല്ല, പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ PSC പരമായിട്ടോ ഒന്നുമല്ല. ഇതൊരു കുസൃതി ചോദ്യം മാത്രമാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: തുടക്കവും ഒടുക്കവും ഒരുപോലെ എന്നാൽ നടുവിൽ മൂന്നുള്ള ഉപകരണം എന്ത്? തുടക്കവും ഒടുക്കവും ഒരുപോലെ എന്നാൽ നടുവിൽ മൂന്നുള്ള ഉപകരണം എന്ത്? ആലോചിച്ച കിട്ടും. തുടക്കവും ഒടുക്കവും ഒരുപോലെ എന്നാൽ നടുവിൽ മൂന്നുള്ള ഉപകരണം എന്ത്? അറിയത്തില്ല. സുല്ല് പറയല്ല, ആലോചിക്കേ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനം. തുടക്കവും ഒടുക്കവും ഒരുപോലെ എന്നാൽ നടുവിൽ മൂന്നുള്ള ഉപകരണം എന്ത്? ആലോചിച്ച കിട്ടും. ഇല്ല, അറിയില്ല. മറ്റേ ചങ്ങായി മുങ്ങിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. നമ്മുടെ ചോദ്യത്തിന് രണ്ടാളെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ ഒരു ചോദ്യം ചോദിക്കട്ടെ? അതല്ല ചോദ്യം, അതിന് ഉത്തരം ഒരാൾ പറഞ്ഞു. ഞങ്ങളുടെ മീഡിയ ബോയ്സ് TV ചാനലിന് വരികയാണ്. ഒരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ ചേട്ടൻ എവിടുന്ന് വരുന്നയാ? എന്റെ വീട് മാവേലിക്കര. മാവേലിക്കര. എന്ത് ചെയ്യുക?
ഞാനൊക്കെ വെളിയിലെ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഷോപ്പിങ്ങിന് മാമൻ ഇവിടെ താമസിക്കും. ആണല്ലേ? അങ്ങനെ ഓക്കെ, ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ. തുടക്കവും ഒടുക്കവും ഒരുപോലെ, എന്നാൽ നടുവിൽ മൂന്നുള്ള ഉപകരണം എന്താണ്? തുടക്കവും ഒടുക്കവും ഒരുപോലെ, എന്നാൽ നടുവിൽ മൂന്നുള്ള ഉപകരണം എന്താണ്? അറിയില്ല. ആലോചിച്ച് കിട്ടും. ഞാനൊരു ക്ലൂ തരാം. നമ്മള് വീട്ടിലൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്ന സാധനമാണ്, വീട്ടുപകരണമാണ്. ഒന്നും കിട്ടുന്നില്ല. അറിയില്ല. അപ്പൊ നമുക്ക് അടുത്ത ആളെ പിടിക്കാം. ഒരു ചേച്ചിയുണ്ട്. എന്താ പേരെന്താ? അനുശ്രീ. അനുശ്രീ. എവിടുന്ന് വരുന്നേ? തേമ്പാമൂട്. തേമങ്കോട്. പഠിക്കാണ്? പഠിക്കും. ഇവിടെ എന്തിനാ? തമ്പാനൂര് ലക്ഷ്യയില്. ആണല്ലേ? അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? കേട്ടായിരുന്നല്ലോ ചോദ്യം, എന്നോട് ചോദിക്കാം. തുടക്കവും ഒടുക്കവും ഒരുപോലെ, എന്നാൽ നടുവിൽ മൂന്നുള്ള ഉപകരണം എന്ത്? കത്രിക. ആണോ? ആ. ഉറപ്പാണ്? കേട്ടിട്ടുണ്ടോ ചോദ്യം? ഇല്ല. ഇല്ല. ആലോചിച്ചതാണ്. ആണല്ലേ? അപ്പൊ പേരെന്താ പറഞ്ഞേ? അനുശ്രീ. അപ്പൊ അനുശ്രീ പറഞ്ഞ ഉത്തരം കത്രിക എന്നാണ്. ഉത്തരം ശരിയാണ്. അപ്പോ സമ്മാനം അടിച്ചല്ലോ. സമ്മാനം വേണോ? വേണോ? തന്നാ വാങ്ങിക്കും. അപ്പോൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു സമ്മാനമുണ്ട്. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അതാണ്ട് നനഞ്ഞു കുളിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.